ഹായ് മൂവി സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 പുറത്തിറങ്ങിയ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയാണ് ദ വുമൻ ഇൻ ക്യാബിൻ 10. റൂത്ത് വെയറിന്റെ 2016 പുറത്തിറങ്ങിയ നോവലിനെ അടിസ്ഥാനമാക്കിയാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ജേർണലിസ്റ്റായ ലോറയ്ക്ക് ഒരു ലേഖനം എഴുതുന്നതിന് വേണ്ടി ഒരു ആഡംബര കപ്പലിലേക്ക് ക്ഷണം ലഭിക്കുന്നു. അവിടെ വെച്ച് ലോറ ക്യാബിൻ 10ൽ ഒരു സ്ത്രീയെ കാണുന്നു. മുന്നോട്ടുള്ള യാത്രയിൽ ആ സ്ത്രീക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ലോറ കണ്ടെത്തുകയും തുടർന്ന് ഒരു കൊലപാതകത്തിന്റെ ചുരുളഴുകുകയും ചെയ്യുകയാണ്. ഒരു ത്രില്ലർ മൂവി എന്ന നിലയിൽ കണ്ടിരിക്കാവുന്ന ഒരു നല്ല ചിത്രമാണ് ദ വുമൻ ഇൻ ക്യാബിൻ 10. ഒരു ജേർണലിസ്റ്റാണ് ലോറ ബ്ലാക്ക്ലോക്ക്. ഒരു ഒഫീഷ്യൽ ട്രിപ്പിന് ശേഷം മടങ്ങിയെത്തിയ ലോറയെ അവരെഴുതിയ ആർട്ടിക്കിൾ വളരെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അഭിനന്ദിക്കുകയാണ് മറ്റുള്ള ജീവനക്കാർ. ഡ്യൂട്ടിക്ക് തിരിച്ചെത്തിയ ലോറ മെയിൽ നോക്കുന്ന നേരത്ത് അവൾക്കൊരു ഇൻവിറ്റേഷൻ വന്നു കിടക്കുന്നത് കണ്ടു. കോടീശ്വരന്മാരായ ലിൻസ്റ്റാർഡ് ഫൗണ്ടേഷന്റെ ഒരു സെലിബ്രേഷനിലേക്കാണ് ലോറയ്ക്ക് ക്ഷണം ലഭിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ എഴുതുന്നതിലെ ഭാഗമായി തന്നോട് സംസാരിക്കാൻ തയ്യാറായ ഒരു സ്ത്രീ മുങ്ങി മരിച്ചതായി ലോറ സഹപ്രവർത്തകയോട് സംസാരിച്ചു. അവരെ കൊല ചെയ്തതാണെന്ന് ലോറയ്ക്ക് അറിയാമായിരുന്നു. ആ മരണം നേരിൽ കണ്ടതിന്റെ ആഘാതത്തിലായിരുന്നു ലോറ. ഒരു മാറ്റത്തിന് വേണ്ടി നോർവീജിയൻ വ്യവസായിയായ ആൻ ബൾമറിന്റെയും ഹസ്ബൻഡ് റിച്ചാർഡിന്റെയും ഉടമസ്ഥതയിലുള്ള ആഡംബര കപ്പലിലേക്കുള്ള ആ ക്ഷണം ലോറ സ്വീകരിച്ചു. ആനിന് ലുക്കീമിയാണ്. ആനിന്റെ ഫണ്ട് റൈസിംഗ് ഗാലയിലേക്ക് പോകുന്ന കോടീശ്വരന്മാർ നിറഞ്ഞ ആ യാചനയെക്കുറിച്ച് ലോറ ഒരു ലേഖനം എഴുതണം. അതിനുവേണ്ടിയാണ് ലോറയെ ക്ഷണിച്ചിരിക്കുന്നത്. അങ്ങനെ ലോറ ആ ആഡംബര കപ്പലിലേക്ക് എത്തുകയാണ്. അവിടെയുള്ളവർ ലോറയെ സ്വീകരിച്ചു. അവിടെ വന്ന എല്ലാവർക്കും സെപ്പറേറ്റ് റൂമുകൾ ഏർപ്പാടാക്കിയിരുന്നു. ലോറയ്ക്ക് 8ാം നമ്പർ ക്യാബിനാണ് കിട്ടിയത്. ഷിപ്പിന് മുകളിലെ നിലയിൽ നിൽക്കുന്ന ആനിനെ ലോറ കാണുകയാണ്. ആനിനെ ചികിത്സിക്കുന്ന ഡോക്ടർ, ആഡം, പിന്നെ സിംഗറായ ഡാനി, അങ്ങനെ പല അതിഥികളും അവിടെ ഉണ്ടായിരുന്നു. അവിടെ അതിഥികളായി എത്തിയവരുടെ കൂട്ടത്തിൽ ലോറയുടെ മുൻ കാമുകൻ ബെന്നും ഉണ്ടായിരുന്നു. തന്റെ ഫോട്ടോസ് എടുത്തുകൊണ്ട് നിൽക്കുന്ന ബെന്നിനെ അവിടെ കണ്ട ലോറ അമ്പരന്നു പോയി. എല്ലാവരും അവരവരുടെ ക്യാബിനിലേക്ക് നടന്നു. ലോറ തന്റെ ക്യാബിന്റെ പുറത്ത് ബാൽക്കണിയിൽ നിന്നുകൊണ്ട് കടലിലെ കാഴ്ചകൾ കണ്ടു നിൽക്കുകയായിരുന്നു. ആ സമയം തൊട്ടടുത്ത ക്യാബിനിൽ നിന്ന് ആരോ സിഗരറ്റ് വലിക്കുന്നുണ്ടായിരുന്നു. ആ ക്യാബിനിൽ നിന്നുമുള്ള സിഗരറ്റ് കുറ്റികൾ ലോറയുടെ അടുത്തേക്ക് തെറിച്ചു വീണു. ലോറ അതെടുത്ത് അവളുടെ റൂമിലെ വേസ്റ്റ് ബോക്സിൽ കൊണ്ടിട്ടു. അല്പനേരത്തിന് ശേഷം മിസ്റ്റർ ബൾമർ എല്ലാവരെയും കാണാനെത്തി. ആനിന്റെ പേരുള്ള ഫൗണ്ടേഷനിലേക്ക് ക്യാൻസർ രോഗികളുടെ ചികിത്സയ്ക്ക് ആവശ്യമായ പണം നൽകാൻ തയ്യാറായ എല്ലാവരോടും മിസ്റ്റർ ബൾമർ നന്ദി അറിയിച്ചു. എല്ലാവരും ആനിനെ കാണാൻ വന്നതാണെന്ന് അറിയാമെങ്കിലും യാത്രാക്ഷീണം കാരണം ആനാകെ ക്ഷീണത്തിലാണെന്നും നാളെ എല്ലാവരെയും കാണുമെന്നും മിസ്റ്റർ ബൾമർ പറഞ്ഞു. രാത്രി ഡിന്നറിന് വേണ്ടി റെഡിയായി പുറത്തിറങ്ങിയ ലോറ നടന്നു വരുന്ന ബെന്നിനെ ദൂരെ നിന്നും കണ്ടു. ബെന്നിനെ കാണാതെ ഒഴിഞ്ഞു മാറാൻ ലോറ ശ്രമിച്ചു. പെട്ടെന്ന് ലോറ ഒളിക്കാൻ കയറിയത് ക്യാബിൻ 10ലേക്കായിരുന്നു. അവിടെ ഗോൾഡൻ ഹെയറുള്ള ഒരു സ്ത്രീ കുളിച്ചിറങ്ങി വരുന്നത് ലോറ കണ്ടു. അനുവാദമില്ലാതെ അവരുടെ ക്യാബിനിലേക്ക് കയറിയതിന് അവരോട് സോറി പറഞ്ഞുകൊണ്ട് ലോറ ഡിന്നർ കഴിക്കാനായി ചെന്നു. ഭക്ഷണം കഴിക്കുന്നതിനിടെ ആനിനെ ലോറയെ കാണണമെന്ന് പറയുന്നുണ്ടെന്ന് അവരുടെ സ്റ്റാഫ് ലോറയോട് സ്വകാര്യമായി പറഞ്ഞു. ഭക്ഷണത്തിന് ശേഷം ലോറ ആനിനെ കാണാനായി പോയി. ആനിന്റെ സെക്യൂരിറ്റി ഹെഡായിരുന്നു ലോറയെ ആനിന്റെ റൂമിലേക്ക് എത്തിച്ചത്. തല മൊട്ടയടിച്ച് നീണ്ട ഗോൾഡൻ കമ്മലുകളും മൃദുവായ വസ്ത്രങ്ങളൊക്കെ ഇട്ട് നിൽക്കുന്ന ആനിനെ ലോറ ശ്രദ്ധിച്ചു. ലോറയോട് സംസാരിക്കുന്നതിനിടെ ആൻ തീരെ ക്ഷീണതയായി തോന്നി. ഡോക്ടറെ വിളിക്കണോ എന്ന് ചോദിച്ചപ്പോൾ താൻ മരുന്ന് കഴിക്കുന്നതൊക്കെ നിർത്തിയതായി ആൻ ലോറയോട് പറഞ്ഞു. ലോറയുടെ ഒരു സഹായം ആനിന് വേണമായിരുന്നു. ഗാലയിൽ സംസാരിക്കാൻ വേണ്ടി എഴുതി വെച്ച കാര്യങ്ങൾ ആൻ ലോറയ്ക്ക് വായിക്കാൻ കൊടുത്തു. അതിൽ തന്റെ എല്ലാ സ്വത്തുക്കളും ദാനം ചെയ്തതായി ആൻ എഴുതിയിരുന്നു. നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു കാര്യമാണെന്ന് ലോറ ആനിനോട് പറഞ്ഞു. നാളെ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആ പേപ്പർ സേഫായി ലോക്കറിൽ വെച്ചു ആൻ. അവിടെ നിന്നും ഇറങ്ങിയ ലോറ ബെന്നിനെ കാണുകയാണ്. അവർ തമ്മിൽ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ലോറ ക്യാബിനിൽ കയറി ഉറങ്ങാനായി കിടന്നു. ഉറക്കത്തിൽ ലോറയ്ക്ക് വെള്ളത്തിൽ മുങ്ങിമരിച്ച ആ സ്ത്രീയുടെ ഓർമ്മകൾ വന്നു. ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേറ്റ ലോറ പുറത്തുനിന്ന് എന്തൊക്കെയോ ബഹളങ്ങൾ കേൾക്കുകയാണ്. ഒരു സ്ത്രീ കരയുന്നത് പോലെ. പിന്നെ മറ്റാരോ സംസാരിക്കുന്നതും ലോറ കേട്ടു. ബാൽക്കണിയിൽ ചെന്ന് നോക്കിയപ്പോൾ എന്തോ വെള്ളത്തിൽ വീണ ശബ്ദം ലോറ കേട്ടു. ഒരു സ്ത്രീ വെള്ളത്തിൽ വീണത് ലോറ ശ്രദ്ധിച്ചു. ബാൽക്കണിയുടെ ഗ്ലാസ് ഭിത്തിയിൽ രക്തം കലർന്ന ഒരു കൈയുടെ അടയാളവും ലോറ കണ്ടു. ഇക്കാര്യം പെട്ടെന്ന് തന്നെ ജീവനക്കാരെയും
സുരക്ഷാ പ്രവർത്തകരെയും ക്യാപ്റ്റനെയും ലോറ അറിയിച്ചു. എന്നാൽ അന്വേഷണത്തിനൊടുവിൽ കപ്പലിലുണ്ടായിരുന്ന എല്ലാവരും അവിടെ തന്നെ ഉണ്ടെന്ന് ജീവനക്കാരും മിസ്റ്റർ ബൾമറും ക്യാപ്റ്റനും ലോറയെ അറിയിച്ചു. ക്യാബിൻ 10-ലെ സ്ത്രീയാണ് വെള്ളത്തിലേക്ക് വീണതെന്ന് ലോറ ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ക്യാബിൻ 10-ൽ ആരും താമസമില്ലെന്ന് മിസ്റ്റർ ബൾമർ അറിയിച്ചു. ക്യാബിൻ 10-ൽ ആളുണ്ടായിരുന്നു എന്നുള്ള തെളിവിനായി സിഗരറ്റ് കുറ്റികൾ വേസ്റ്റ് ബോക്സിൽ തിരഞ്ഞപ്പോൾ അവ അതിലുണ്ടായിരുന്നില്ല. റൂം 2 നേരവും ക്ലീൻ ചെയ്യുമെന്ന് ജീവനക്കാർ ലോറയെ അറിയിച്ചു. കടലിൽ തിരഞ്ഞവർക്ക് വെള്ളത്തിൽ വീണ ആരെയും കണ്ടെത്താനായില്ല. രക്തക്കറ കാണിച്ചു കൊടുക്കാൻ പോയപ്പോൾ ആ കൈയടയാളം അവിടെ ഇല്ലായിരുന്നു. എല്ലാം ലോറയുടെ വെറും തോന്നലായിരിക്കുമെന്ന് എല്ലാവരും പറഞ്ഞു. പിറ്റേന്ന് സംശയം മാറാതെ ലോറ കപ്പലിലെ ക്രൂ മെമ്പേഴ്സിനെയൊക്കെ കാണണമെന്ന് മിസ്റ്റർ ബൾമറിനോട് ആവശ്യപ്പെട്ടു. ലോറയുടെ ഡൗട്ട് തീർക്കാൻ എല്ലാവരെയും വിളിച്ചു വരുത്തി മിസ്റ്റർ ബൾമർ. അതിലൊന്നും ആ സ്ത്രീ ഇല്ലായിരുന്നു. വൈകുന്നേരം ലോറ ആനിനെ കാണാനായി പോയി. ആൻ പിറ്റേ ദിവസം പറയാമെന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ സംസാരിക്കാനായിരുന്നു ലോറ അവിടെ ചെന്നത്. എന്നാൽ മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ട് തീരെ വയ്യെന്ന് പറഞ്ഞ് ആൻ ലോറയോട് സംസാരിക്കാതെ ഇറങ്ങിപ്പോയി. മരുന്നുകൾ കഴിക്കുന്നത് നിർത്തിയെന്നായിരുന്നു ആൻ തലേ ദിവസം ലോറയോട് പറഞ്ഞിരുന്നത്. അവിടെ നിന്നും ലോറ ബെന്നിന്റെ അടുത്തേക്ക് പോയി. തന്റെ ഡൗട്ടിനെ കുറിച്ച് ബെന്നിനോട് സംസാരിച്ചു. അതെല്ലാം ലോറയുടെ തോന്നലുകൾ മാത്രമായിരിക്കുമെന്നാണ് ബെന്നും വിചാരിച്ചത്. എപ്പോഴും ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുന്ന ബെന്നിന്റെ ക്യാമറയിൽ ആ സ്ത്രീയുടെയും ഫോട്ടോസ് ഉണ്ടാകുമോ എന്നറിയാൻ ബെൻ എടുത്ത എല്ലാ ഫോട്ടോസും ലോറ ശ്രദ്ധിച്ചു. മാസങ്ങൾക്ക് മുമ്പെടുത്ത ഒരു ഫോട്ടോയിൽ ലോറ ആ സ്ത്രീയുടെ മുഖം കണ്ടു. ബെന്നിന്റെ ലാപ്പിൽ ഉണ്ടായിരുന്ന ആ ഫോട്ടോയുടെ ഒരു ഫോട്ടോ തന്റെ ഫോണിൽ ലോറ എടുത്തു. ആ ഫോട്ടോയും കൊണ്ട് മിസ്റ്റർ ബൾമറിന്റെ അടുത്തേക്ക് അവൾ ഓടി. ആ ഫോട്ടോയിലെ സ്ത്രീയെയാണ് താൻ കണ്ടതെന്ന് ലോറ ബൾമറിനോട് പറഞ്ഞു. മിസ്റ്റർ ബൾമറിന്റെ അതിഥിയായി അവിടെ എത്തിയ ആഡമിന്റെ കൂടെ ആ സ്ത്രീ നിൽക്കുന്ന ഫോട്ടോ ആയിരുന്നു അത്. എന്നാൽ അവൾ ആരാണെന്ന് തനിക്കറിയില്ലെന്ന് ആഡം പറഞ്ഞു. ലോറയുടെ ഈ പ്രവൃത്തികളിൽ എല്ലാവരും അസ്വസ്ഥരായി. അവിടെ ഉണ്ടായിരുന്ന ആനിന്റെ ഡോക്ടർ സംസാരിക്കാൻ തുടങ്ങി. ലോറ ഒരു കൊല നേരിൽ കണ്ടിരുന്നില്ലേ? അതിന്റെ ട്രോമ ആയിരിക്കണം ഇങ്ങനെയുള്ള ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് ഡോക്ടർ അവളോട് പറഞ്ഞു. ആ കൊല ലോറ നേരിൽ കണ്ടത് ഡോക്ടറിനോട് പറഞ്ഞത് ബെന്നായിരുന്നു. തന്റെ പേഴ്സണൽ കാര്യം ബെൻ മറ്റൊരാളോട് പറഞ്ഞത് ലോറയ്ക്ക് അത്ര പിടിച്ചില്ല. ലോറയുടെ മനസ്സൊന്ന് ഓക്കെ ആകുവാൻ വേണ്ടി അവൾക്ക് എന്തെങ്കിലും സ്പാ ചെയ്തു കൊടുക്കാൻ മിസ്റ്റർ ബൾമർ ആവശ്യപ്പെട്ടു. അങ്ങനെ ലോറ സ്പാ റൂമിൽ പോയി. സ്പാ ചെയ്തതിനു ശേഷം കുളിക്കാൻ പോയ സമയത്ത് ആരുടെയോ നിഴൽ ആ ഗ്ലാസ് ഡോറിലൂടെ ലോറ കണ്ടു. അവിടെ സ്റ്റോപ്പ് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. കുളിച്ചു തീരുന്നതിനു മുമ്പേ ലോറ പുറത്തേക്കിറങ്ങി. സ്റ്റാഫിനോട് അവിടെ ആരെങ്കിലും വന്നിരുന്നോ എന്ന് ലോറ തിരക്കി. ഇല്ല എന്ന് അവർ പറഞ്ഞു. നീ അവിടെ എന്തെങ്കിലും എഴുതി വെച്ചിരുന്നോ എന്ന് ലോറ അവരോട് പിന്നെയും ചോദിച്ചു. ആ സമയം ആദം വീണ്ടും അവിടെ എത്തി. ആഡമാണോ അവിടെ വന്നത് എന്ന് ലോറ അയാളോട് ചോദിച്ചു. ഞാൻ ഇപ്പോഴാണ് വന്നതെന്ന് ആദം പറഞ്ഞു. സ്പാ റൂമിന് മുന്നിലെ CCTV ലോറയുടെ ശ്രദ്ധയിൽപ്പെട്ടു. CCTV ദൃശ്യങ്ങൾ നോക്കുവാനായി ലോറ തീരുമാനിച്ചു. എന്നാൽ CCTV ഓഫാണെന്ന് ക്യാപ്റ്റൻ ലോറയെ അറിയിച്ചു. തന്റെ റൂമിൽ പോയി കുളിക്കുന്ന സമയത്ത് ബാത്റൂമിൽ കൊഴിഞ്ഞു വീണ തന്റെ മുടി ലോറയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ക്യാബിൻ 10-ൽ താൻ കണ്ട സ്ത്രീ ഉണ്ടായിരുന്നുവെങ്കിൽ അവരുടെ ബാത്റൂമിൽ ആ മുടി ഉണ്ടായിരിക്കുമല്ലോ എന്ന് ലോറ ഓർത്തു. വളരെ സാഹസികമായി ഷിപ്പിലെ ബാൽക്കണിയിലൂടെ ക്യാബിൻ 10-ലേക്ക് ലോറ അതിക്രമിച്ചു കയറി. ആ മുറി ആരോ ശ്രദ്ധാപൂർവ്വം വൃത്തിയാക്കിയിട്ടുണ്ട്. പക്ഷെ ബാത്റൂമിലെ സിങ്ക് ഡ്രെയിനിൽ നിന്നും ആ സ്ത്രീയുടെ ഗോൾഡൻ ഹെയർ ലോറയ്ക്ക് കിട്ടി. അവൾ അത് ഒരു സിപ്ലോ കവറിൽ സൂക്ഷിച്ചു. ഈ കാര്യങ്ങൾ ലോറ ബെന്നിനോട് പറയാൻ തീരുമാനിച്ചു. എന്നാൽ താൻ പറഞ്ഞത് വിശ്വസിക്കാത്ത ബെന്നിനോട് തന്റെ കയ്യിൽ തെളിവിന് വേണ്ടി ആ സ്ത്രീയുടെ മുടി കിട്ടിയ വിവരം ബെന്നിനോട് ലോറ പറഞ്ഞു. ഇക്കാര്യം നീ ആരോടും പറയണ്ട, ഇവിടെയുള്ളവർ എന്ത് വേണമെങ്കിലും ചെയ്യാൻ മടിക്കാത്തവരായിരിക്കുമെന്ന് ബെൻ ലോറയെ അറിയിച്ചു. ലോറ അത് പുറത്തു പറയാതെ ആ സ്ത്രീയുടെ മുടി തന്റെ റൂമിലെ സിങ്കിൽ സൂക്ഷിച്ചു വെച്ചു. അതിനുശേഷം ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എല്ലാവരും ലോറയെ കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. അവിടെ വെച്ച് മറ്റൊരാളെ ലോറ പരിചയപ്പെട്ടു. അയാൾ ഒരു ടെക് കമ്പനി തുടങ്ങിയിരുന്നു, AI ആൻഡ് ഫേഷ്യൽ റെക്കഗ്നിഷൻ. അത് റിച്ചാർഡിന് ഇഷ്ടപ്പെട്ടതുകൊണ്ട് റിച്ചാർഡ് ആ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെയാണ് അയാൾ റിച്ചാർഡിന്റെ അതിഥിയായി ആ ഷിപ്പിലേക്ക് എത്തിയത്. മറ്റു അതിഥികളോടൊപ്പം ആനും റിച്ചാർഡും പാട്ട് കേട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളന്ന് പാടിയ ഡ്യുവറ്റ് ആനിന് ഓർമ്മയുണ്ടോ എന്ന് സിംഗറായ ഡാനി ആനിനോട് ചോദിച്ചു. എന്നാൽ ആൻ അതിന് മറുപടി കൊടുക്കാതെ വയ്യെന്ന് പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് നടന്നു.
ഡാനി ആ പാട്ട് പാടി. ഓർമ്മ വന്നതുപോലെ ആൻ ഡാനിയോട് ആ പാട്ടിനു വേണ്ടി നന്ദി പറഞ്ഞു. ഇതെല്ലാം ലോറ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് ലോറ കാണുന്നത് എല്ലാവരും ബോട്ടിൽ കയറി പോകുന്നതാണ്. എന്നാൽ ഡോക്ടർ മാത്രം ഷിപ്പിൽ തന്നെ നിന്നു. എല്ലാവരും പോയി തക്കം നോക്കി ലോറ ഷിപ്പിലെ ക്രൂ മെമ്പേഴ്സിനെ കാണാൻ പോയി. അവർക്ക് ആ സ്ത്രീയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. അവരാരും ആ സ്ത്രീയെ കണ്ടിട്ടില്ലായിരുന്നു. അവിടെ നിന്നും പുറത്തിറങ്ങിയ ലോറ നേരെ ചെന്നുപെട്ടത് ഡോക്ടറുടെ മുന്നിലേക്കായിരുന്നു. ലോറയ്ക്ക് എന്തോ പന്തികേട് തോന്നി. അവൾ വേഗം തന്റെ റൂമിലേക്ക് ഓടി. റൂമിൽ നിലത്ത് ആരുടെയോ ഡ്രസ്സിലെ ബട്ടൺ വീണ് കിടക്കുന്നത് ലോറ കണ്ടു. താൻ സൂക്ഷിച്ചു വെച്ച സിപ്ലോ കവറിലെ മുടി ആരെങ്കിലും മാറ്റിയിരിക്കുമോ എന്ന് ലോറ ഭയന്നു. എന്നാൽ അത് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ലോറ അതെടുത്ത് തന്റെ കോട്ടിന്റെ പോക്കറ്റിൽ ഭദ്രമായി വെച്ചു. ശേഷം ബാൽക്കണിയിൽ ചെന്ന് കടലിലേക്ക് നോക്കി നിൽക്കുന്ന സമയത്ത് മുകളിൽ തന്നെ നോക്കി നിൽക്കുന്ന ക്യാപ്റ്റനെ ലോറ കണ്ടു. പെട്ടെന്ന് താഴോട്ട് നോക്കിയ ലോറയെ ആരോ തള്ളിയിട്ടു. ലോറ സ്വിമ്മിംഗ് പൂളിലേക്ക് വീണു. പൂൾ കവർ താനെ അടഞ്ഞു വന്നു. പുറത്തു കടക്കാനാകാതെ വെള്ളത്തിൽ മുങ്ങി താണുകൊണ്ട് ലോറ നിലവിളിച്ചുകൊണ്ടിരുന്നു. മറ്റു അതിഥികൾ ലോറ പൂളിൽ വീണത് ഗ്ലാസ്സിലൂടെ കണ്ടതുകൊണ്ട് ലോറ രക്ഷപ്പെട്ടു. ആരോ തന്നെ തള്ളിയിട്ടതാണെന്ന് ലോറ പറഞ്ഞെങ്കിലും ആരും അത് വിശ്വസിച്ചില്ല. ഡോക്ടറുടെ ഡ്രസ്സിലെ ബട്ടൺ പൊട്ടിയിരിക്കുന്നത് അപ്പോഴാണ് ലോറയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. നിങ്ങൾ എന്റെ മുറിയിൽ കയറിയിരുന്നു എന്ന് ലോറ അയാളോട് ചോദിച്ചു. താൻ കയറിയിട്ടില്ല എന്ന് അയാൾ മറുപടി പറഞ്ഞു. ലോറ എല്ലാവരെയും സംശയത്തോടെ നോക്കുന്നത് കണ്ട് ബെൻ അവളെ തടഞ്ഞു. പെട്ടെന്നാണ് തന്റെ കോട്ടിന്റെ കാര്യം ലോറയ്ക്ക് ഓർമ്മ വന്നത്. അത് കഴുകാനായി എടുത്തിരുന്നു. കഴുകാനിട്ടിരുന്ന കോട്ടെടുത്ത് നോക്കിയപ്പോൾ അതിൽ നിന്നും ആ സിപ്ലോ കവർ ആരും എടുത്തു മാറ്റിയെന്ന് ലോറയ്ക്ക് മനസ്സിലായി. അവിടെ നിന്നും ലോറ ബെന്നിന്റെ അടുത്തേക്ക് പോയി. ബെന്നിനോട് മാത്രമായിരുന്നു ലോറ ആ മുടിയുടെ കാര്യം പറഞ്ഞിരുന്നത്. ബെൻ ആ വിവരം മറ്റുള്ളവരോട് പറഞ്ഞിരുന്നു. ബെന്നിനോട് ദേഷ്യപ്പെട്ട് ലോറ അവിടെ നിന്നും പോയി. ലോറ പൂളിൽ വീണതിനെ തുടർന്ന് ഡാനി അസ്വസ്ഥനായി. ആ പരിപാടിയിൽ നിന്നും അയാൾ മടങ്ങിപ്പോയി. ലോറ എല്ലാവരുടെയും യാത്ര നശിപ്പിക്കുകയാണെന്ന് എല്ലാവരും പറഞ്ഞു തുടങ്ങി. അന്ന് രാത്രി ലോറ തന്റെ റൂമിലിരുന്ന സമയത്ത് തല മറച്ചുകൊണ്ട് നടന്നു പോകുന്ന ഒരു സ്ത്രീയുടെ രൂപം കണ്ടു. അവളെ പിന്തുടർന്ന് ലോറ നടന്നു. ഒടുവിൽ ലോറ ആ സ്ത്രീയെ കണ്ടു. നീ വെള്ളത്തിൽ വീണത് ഞാൻ കണ്ടതാണല്ലോ എന്ന് ലോറ ചോദിച്ചപ്പോൾ, അത് ഞാനല്ല, എന്നെ ഇപ്പൊ നീ ജീവനോടെ കണ്ടില്ലേ, ഇനി നീ എന്നെ തേടണ്ട, നിനക്ക് ഞാൻ വാണിംഗ് തന്നതല്ലേ എന്നൊക്കെ അവർ ലോറയോട് ചോദിച്ചു. കണ്ണാടിയിൽ സ്റ്റോപ്പ് എന്ന് എഴുതിയത് ആ സ്ത്രീയാണെന്ന് ലോറയ്ക്ക് മനസ്സിലായി. അവരെല്ലാവരും നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് ആ സ്ത്രീ ബഹളം വെച്ചപ്പോൾ നീ ആരാണെന്ന് എനിക്കറിയണമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ തലയിലെ തുണി പിടിച്ചു മാറ്റി ലോറ. ആ രൂപം കണ്ട് ലോറ ഞെട്ടി. അത് ആനായിരുന്നു. പെട്ടെന്ന് ആൻ ലോറയെ അടിച്ചു വീഴ്ത്തി. വലിച്ചിഴച്ചുകൊണ്ട് ഷിപ്പിന് താഴെയുള്ള ഒരു സ്റ്റോറേജ് റൂമിൽ ലോറയെ ആൻ കൊണ്ടിട്ടു. കണ്ണു തുറന്ന ലോറ അവിടെ നിന്നും മുകളിലേക്ക് കയറാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ലോറ ആനിന്റെ കാര്യങ്ങൾ ഓർത്തെടുത്തു. മരുന്ന് നിർത്തിയെന്ന് പറഞ്ഞ ആൻ പിറ്റേന്ന് മരുന്ന് കഴിച്ചതായി പറയുന്നു. പാടിയ പാട്ട് മറന്നുപോകുന്നു. ഓർമ്മ വന്നതായി അഭിനയിക്കുന്നു. തന്നോട് സംസാരിക്കാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ മറന്നുപോകുന്നു. ആ ഒരു സ്റ്റോറേജ് റൂമിലേക്ക് ആൻ എത്തി. നീ ആനല്ല, മറ്റാരോ ആണെന്ന് ലോറ പറഞ്ഞു. അന്ന് രാത്രി വെള്ളത്തിൽ വീണത് ആനല്ലേ? അന്നു മുതൽ നീ ആനിനെ പോലെ അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണല്ലേ എന്ന് ലോറ അവരോട് ചോദിച്ചു. എന്നാൽ ആനിനെ കൊല്ലുമെന്ന് താൻ കരുതിയില്ല എന്ന് ആ സ്ത്രീ സങ്കടത്തോടെ പറഞ്ഞു. തന്റെ സ്വത്ത് മുഴുവൻ മിസ്റ്റർ ബൾമറിന് കൊടുക്കാതെ ദാനമായി നൽകാൻ ആൻ തീരുമാനിച്ചതിനാൽ മിസ്റ്റർ ബൾമർ ആനിനെ കൊന്നതാണെന്ന് ലോറ തിരിച്ചറിഞ്ഞു. ഒരേ ഒരു ദിവസം ലോയേഴ്സിന്റെ മുന്നിൽ ആനായി അഭിനയിച്ച് സൈൻ ചെയ്യാൻ മാത്രമേ തന്നോട് അവർ പറഞ്ഞിരുന്നുള്ളൂ എന്ന് ആ സ്ത്രീ ലോറയോട് പറഞ്ഞു. ഒരു ഫേസ് റെക്കഗ്നീഷൻ ആപ്പ് വഴിയാണ് മിസ്റ്റർ ബൾമർ അവരെ കണ്ടെത്തിയത്. ആനിനോട് മാച്ച് ആവുന്ന ഒരാളെ അവർ കണ്ടെത്തി. ലണ്ടനിലെ ഒരു പാർട്ടിക്ക് അവളെ ക്ഷണിക്കുകയും ചെയ്തു. അവിടെ വെച്ചെടുത്ത ഫോട്ടോയാണ് ബെന്നിന്റെ ലാപ്ടോപ്പിൽ ലോറ അന്ന് കണ്ടത്. അങ്ങനെ മിസ്റ്റർ ബൾമറിന്റെ ആവശ്യപ്രകാരം ആ സ്ത്രീ മുടിയെല്ലാം കളഞ്ഞ് ആനിന്റെ രൂപത്തിൽ ഷിപ്പിലേക്ക് എത്തി. തന്റെ അതേ രൂപത്തിലുള്ള മറ്റൊരു സ്ത്രീയുടെ ഒപ്പം മിസ്റ്റർ ബൾമർ നിൽക്കുന്നത് കണ്ട് റിച്ചാർഡിന്റെ കള്ളത്തരം മനസ്സിലാക്കിയ ആൻ ബഹളം വെച്ചപ്പോൾ മിസ്റ്റർ ബൾമർ ആനിനെ വകവരുത്തി. അതിനുശേഷം ആ ശരീരം കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ആ സ്ത്രീ കരുതിയിരുന്നില്ല. ആരുമില്ലാതെ ഒന്നുമില്ലാതെ ജീവിക്കുന്ന ഒരാളാണ് താനെന്നും എന്റെ കുഞ്ഞാണ് എന്റെ ലോകമെന്നും അവൾ ലോറയെ അറിയിച്ചു. കേറി എന്നായിരുന്നു അവളുടെ പേര്. എന്നാൽ റിച്ചാർഡ് അയാളുടെ പദ്ധതിക്ക് ശേഷം
കേരിയെ കൊല്ലുമെന്ന് ലോറ കേരിയെ അറിയിച്ചു. ലോറയെ കാണാത്തതിനാൽ ബെൻ ലോറയുടെ ക്യാബിനിലേക്ക് ചെന്നു. ലോറയുടെ റൂമിൽ നിന്നും ഡോക്ടർ ഇറങ്ങിപ്പോകുന്നതാണ് ബെന്ന് കണ്ടത്. ലോറയ്ക്ക് സുഖമില്ലാത്തതിനാൽ മരുന്ന് കൊടുത്തിട്ടുണ്ടെന്നും ലോറ ഉറങ്ങിക്കോട്ടെ എന്നും ഡോക്ടർ ബെന്നിനോട് പറഞ്ഞു. ഡോക്ടർ പറയുന്നത് വിശ്വസിച്ച് ബെൻ അവിടെ നിന്നും തിരിച്ചുപോയി. ലോറ എവിടേക്കാണ് പോയതെന്ന് ഓർത്ത് ഡോക്ടറും ബൾമറും അസ്വസ്ഥനായി. ലോറയെ കയ്യിൽ കിട്ടിയാൽ തീർത്തു കളയാൻ ബൾമർ ഡോക്ടറോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഡോക്ടറുടെ കള്ളക്കളികൾ പുറത്തു വരുമെന്ന് പറഞ്ഞുകൊണ്ട് മിസ്റ്റർ ബൾമർ ഡോക്ടറെ ഭീഷണിപ്പെടുത്തി. ഇതെല്ലാം കേരി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. രാത്രി ബൾമർ ഉറങ്ങിയതിനു ശേഷം കേരി ലോറയെ കാണാനായി പോയി. എല്ലാം പോലീസിൽ അറിയിക്കാൻ ലോറ കേരിയോട് പറഞ്ഞു. കേരി ആപത്തിലാണെന്നും ലോറ കേരിയെ അറിയിച്ചു. അതിഥികൾ എല്ലാവരും കരയിലേക്ക് ഇറങ്ങുന്ന 2 മണിക്കൂർ സമയത്ത് ലോറയ്ക്ക് രക്ഷപ്പെടാൻ ഡോർ തുറന്നിടാമെന്ന് കേരി ലോറയെ അറിയിച്ചു. ഞാൻ നിന്നെ രക്ഷിക്കാൻ വരുമെന്ന് ലോറ കേരിയോട് പറഞ്ഞു. എല്ലാ അതിഥികളും ഷിപ്പിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങി. ലോറയെ മരുന്ന് കൊടുത്ത് ഉറക്കിയിരിക്കുകയാണെന്ന് ഡോക്ടർ എല്ലാവരെയും പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്നു. ലോറയെ വകവരുത്താൻ ഡോക്ടർ ഷിപ്പിൽ തന്നെ നിന്നു. ലോറയെ ഓർത്ത് ബെന്നിന് പോകാൻ സാധിച്ചില്ല. അതിനാൽ ബെന്നും ഷിപ്പിൽ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. സ്റ്റോറേജ് റൂമിൽ നിന്നും രക്ഷപ്പെട്ട ലോറ ആനിന്റെ റൂമിൽ കയറി ആൻ എഴുതി വെച്ചിരുന്ന പേപ്പർ കണ്ടെത്തി. അവൾ അത് ഭദ്രമായി സൂക്ഷിച്ചു വെച്ചു. എന്നാൽ അവിടെ നിന്നും രക്ഷപ്പെടാൻ ഓടിയ ലോറ എത്തിപ്പെട്ടത് ഡോക്ടറുടെ മുന്നിലേക്കായിരുന്നു. ലോറയെ ക്യാപ്റ്റനും ഡോക്ടറും ചേർന്ന് പിടികൂടി. അവളെ മരുന്ന് കുത്തിവെച്ച് കൊല്ലാനായി ശ്രമിച്ചു. അതിനിടെ ബെൻ അവിടേക്ക് എത്തി. ലോറയെ രക്ഷിക്കാൻ ബെന്ന് ശ്രമിച്ചു. ആ ശ്രമത്തിനിടയിൽ ഡോക്ടർ ബെന്നിന് മരുന്ന് കുത്തിവെച്ചു. ലോറയോട് രക്ഷപ്പെടാനും ഈ വിവരങ്ങൾ എല്ലാവരെയും അറിയിക്കുവാനും ബെൻ ആവശ്യപ്പെട്ടു. എന്നാൽ ബെൻ മരണപ്പെട്ടു. അവരിൽ നിന്ന് രക്ഷപ്പെടാൻ ലോറ വെള്ളത്തിലേക്ക് ചാടി. ഒരു വിധത്തിൽ നീന്തി ലോറ കരയിലേക്ക് കയറി. കരയിലുള്ള ഒരു ക്യാബിനിൽ ലോറ എത്തിച്ചേർന്നു. അവിടെ തീ കാഞ്ഞും അവിടെ നിന്ന് കിട്ടിയ വസ്ത്രങ്ങൾ അണിഞ്ഞും ലോറ അവിടെ തന്നെ നിന്നു. ബെന്നിനെ ഓർത്ത് ലോറ സങ്കടപ്പെട്ടു. ബെന്ന് മരിച്ചതായി ഡോക്ടർ റിച്ചാർഡിനോട് പറഞ്ഞു. വെള്ളത്തിലെ തണുപ്പ് അതിജീവിക്കാൻ ലോറയ്ക്ക് കഴിയില്ലെന്നും ലോറ മരിക്കുമെന്നും റിച്ചാർഡിനോട് ഡോക്ടർ പറഞ്ഞു. കേരി പേപ്പറിൽ സൈൻ ചെയ്തതിനു ശേഷം അവളെയും വകവരുത്താൻ ഡോക്ടറെ പറഞ്ഞേൽപ്പിച്ചു ദുഷ്ടനായ റിച്ചാർഡ്. ലോയേഴ്സിന് മുന്നിൽ പുതിയ വിൽപത്രത്തിൽ ഒപ്പിടാൻ ആനിന്റെ രൂപത്തിൽ കാരി മീറ്റിംഗിൽ പങ്കെടുത്തു. പേപ്പറിൽ ഒപ്പിടാൻ കാരി മടിക്കുന്നതായി റിച്ചാർഡിന് തോന്നി. സുഖമില്ലെങ്കിൽ ഡോക്ടറോട് എന്തെങ്കിലും മെഡിസിൻ കൊണ്ടുവരാൻ പറയണോ എന്ന് റിച്ചാർഡ് ചോദിച്ചു. ആനിന്റെ സെക്യൂരിറ്റി ഹെഡിനും എന്തോ പന്തികേട് തോന്നി. എങ്കിലും അവസാനം കാരി വിൽപത്രത്തിൽ ഒപ്പിട്ടു. ഈ സമയം ലോറ അവിടേക്കെത്തി. ലോറയെ കാണുന്ന സെക്യൂരിറ്റി ഹെഡ് ലോറയെ പിടികൂടാൻ ബാക്കി സെക്യൂരിറ്റിമാരെ വിളിച്ചു വരുത്തി. എന്നാൽ ആൻ മരിച്ചതായി ലോറ അവരെ അറിയിച്ചു. ഞാനിപ്പോ ലോയേഴ്സിന്റെ കൂടെ ആനിനെ കണ്ടതേയുള്ളൂ എന്ന് അവർ മറുപടി പറഞ്ഞു. സ്വത്തിനു വേണ്ടി യഥാർത്ഥ ആനിനെ ബൾമർ കൊന്നെന്നും ആനിനെ പോലെ ഇപ്പോൾ അഭിനയിക്കുന്നത് മറ്റൊരു സ്ത്രീയാണെന്നും പറഞ്ഞ് ലോറ അവരെ വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ആൻ മരിക്കുന്നതിന് മുൻപ് എഴുതി വെച്ച പേപ്പർ അവർക്ക് കാണിച്ചു കൊടുത്തു ലോറ. എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് സെക്യൂരിറ്റി ഹെഡ് പറഞ്ഞപ്പോൾ താൻ അത് തെളിയിച്ചു തരാമെന്ന് ലോറ പറഞ്ഞു. ഗാലയിൽ ആൻ ലിങ്സ്റ്റാഡിനെ പുകഴ്ത്തി സംസാരിക്കുകയായിരുന്നു മിസ്റ്റർ ബൾമർ. എന്നാൽ അതിനിടെ ലോറ വേദിയിലേക്ക് നടന്നു. ലോറ മിസ്റ്റർ ബൾമറിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തി. മൈക്ക് പിടിച്ചു വാങ്ങി. ലോറയ്ക്ക് ഭ്രാന്താണെന്ന് മിസ്റ്റർ ബൾമർ പറഞ്ഞപ്പോൾ അവളെ സംസാരിക്കാൻ അനുവദിക്കൂ എന്ന് കേരി ആവശ്യപ്പെട്ടു. അതിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് റിച്ചാർഡ് പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ മറ്റു അതിഥികൾ ലോറയ്ക്ക് പറയാനുള്ളത് പറയട്ടെ എന്ന് റിച്ചാർഡിനോട് പറഞ്ഞു. ലോറ ആൻ എഴുതിയ പേപ്പർ വായിക്കാൻ തുടങ്ങി. റിച്ചാർഡ് മൈക്ക് ഓഫാക്കിയിട്ടും ലോറ അത് ഉച്ചത്തിൽ വായിച്ചുകൊണ്ടിരുന്നു. ആനിനെ പോലെ അഭിനയിക്കുന്ന കാരി അത് താൻ എഴുതിയതാണെന്ന് പറഞ്ഞു. റിച്ചാർഡിന് കാരിയോട് ദേഷ്യം തോന്നിയപ്പോൾ ഇവൾ അതിന് ആൻ അല്ല എന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെയെങ്കിൽ ശരിക്കുള്ള ആൻ എവിടെയാണെന്നും അവർക്ക് എന്ത് സംഭവിച്ചുവെന്നും ഗസ്റ്റിൽ നിന്നും ഒളിക്കുന്ന ആ കാര്യങ്ങൾ വെളിപ്പെടുത്തണമെന്നും ലോറ ആവശ്യപ്പെട്ടു. ഈ സമയം റിച്ചാർഡ് കയ്യിൽ കിട്ടിയ കത്തിയെടുത്ത് കാരിയുടെ കഴുത്തിൽ വെച്ച് എല്ലാവരെയും ഭീഷണിപ്പെടുത്തി. ബോട്ട് വഴി രക്ഷപ്പെടാനായിട്ട് ഓടി. ആനിനെ കടലിൽ തള്ളിയിട്ട് റിച്ചാർഡ് കൊന്ന വിവരം ലോറ എല്ലാവരെയും അറിയിച്ചു. രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന റിച്ചാർഡിന് നേരെ ആനിന്റെ സെക്യൂരിറ്റി ഹെഡ് വെടിവെച്ചു. എന്നാൽ റിച്ചാർഡിന്റെ തോളിലാണ് വെടികൊണ്ടത്. അയാൾ കത്തി താഴെയിട്ട് കേരിയെ ശ്വാസം മുട്ടിക്കാൻ തുടങ്ങി. രണ്ടാമത് വെടിവെക്കാൻ സെക്യൂരിറ്റി ഹെഡിന് സാധിച്ചില്ല. ഇത് കാണുന്ന ലോറ റിച്ചാർഡിനടുത്തേക്ക് ഓടി.
കയ്യിൽ കിട്ടിയ ഹാച്ചറ്റ് എടുത്ത് റിച്ചാർഡിന്റെ തലക്കടിച്ചു. റിച്ചാർഡിൽ നിന്നും രക്ഷപ്പെട്ട കാരിയെ ലോറ ആശ്വസിപ്പിച്ചു. അപ്പോഴേക്കും പോലീസ് അവിടേക്ക് എത്തിയിരുന്നു. ഈ സംഭവങ്ങൾക്ക് ശേഷം ലോറ ആൻ ലിങ്സ്റ്റാഡിനെ കുറിച്ചുള്ള പുതിയ ആർട്ടിക്കിൾ പ്രസിദ്ധീകരിച്ചു. ബെന്നിന്റെയും ആനിന്റെയും കൊലപാതകത്തിൽ ഡോക്ടറും ക്യാപ്റ്റനും പ്രതികളായി. മകളുടെ അടുത്ത് സുരക്ഷിതയായി എത്തിയിരുന്നു കാരി. താനും മകളും സുഖമായിട്ടിരിക്കുന്നുവെന്ന് കാരി ലോറയെ അറിയിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ത്രില്ലർ സിനിമ അവസാനിക്കുന്നത്. മറ്റൊരു സിനിമയുടെ കഥയുമായി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.